ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചുക്കയും ചുളിഞ്ഞൊക്കെ ഇരിക്കുന്ന ഇവനാണ് ഗണപതി നാരങ്ങ. നാരങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയവനാണ് ഇവൻ. അതുകൊണ്ട് തന്നെ ഇവന് ചവർപ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിനെ അച്ചാറിടാനാണ് മെയിനായിട്ട് അധികം ഉപയോഗിക്കുക. ഇതെങ്ങനെ അച്ചാറിടാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഞാൻ ഒരു പാത്രത്തിൽ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്വതവേ ഒരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഉപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ കയ്പ്പ് രസം ഒന്ന് കുറഞ്ഞ് കിട്ടുക. അല്ലാതെ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം കൂടി വരുള്ളൂ ചെയ്യുക. ഇനി നമുക്കിതിനെ അച്ചാറാക്കി മാറ്റാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടുകും ഉലുവയും ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 50 ഗ്രാം അച്ചാർ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 2-3 സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടൊക്കെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അച്ചാറിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഒരു 2-3 ദിവസം അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ആയിരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,